ഈ രാജ്യത്ത് ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് നിരവധിയായിട്ടുള്ള യുവജനങ്ങൾ ഇന്ത്യ വിട്ട് മറ്റ് അന്യരാജ്യങ്ങളിലേക്ക് ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് ചേക്കേറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യുവാക്കൾ നയിക്കുന്ന CJP പ്രതിഷേധവും അരങ്ങേറുന്നത്. വളരെ വിമുഖതയാണ് ഭക്തവത്സല സംഘം, BJP മോദിയുടെയൊക്കെ ഭക്തവത്സല സംഘം ഈ പ്രതിഷേധത്തോട് അവരുടെ ഒരു നിലപാട് അറിയിക്കുന്നത്. പൊതുവെ അവർക്ക് സമരം അല്ലെങ്കിൽ പ്രതിഷേധം ഇതൊക്കെ രാജ്യവിരുദ്ധ പ്രവൃത്തിയായിട്ടാണ് നോക്കിക്കാണുകയൊക്കെ ചെയ്യുന്നത്. നിലവിലിപ്പോൾ ഒരു അനുഭാവപൂർവമായ പ്രതികരണമാണ് BJPയുടെ ഭാഗത്തുനിന്ന് NDAയുടെ ഭാഗത്തുനിന്ന് വരുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. കാരണം NDA യോഗത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. നടപടികൾ എടുക്കാം, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒഴിച്ച് ഇവരുന്നയിച്ചിരിക്കുന്ന മറ്റ് 2 കാര്യങ്ങളും നടപ്പിലാക്കാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ മാഷ് എങ്ങനെയാണ് ഈ CJPയുടെ ഈ ഒരു പ്രതിഷേധത്തെ നോക്കിക്കാണുന്നത്? ഇതിൻ്റെ പിന്നിൽ BJP ആണെന്ന് പോലുള്ള ആരോപണം പോലും ഉണ്ട്. എന്ത് ആരോപണം ഉണ്ടായാലും ഇത്തരത്തിൽ ഉള്ളൊരു സമരം ഈ വിഷയത്തിൽ വേണ്ടേ? നീറ്റ് പരീക്ഷയിൽ ഇതിക്ക് മുന്നും ഇതേപോലെ അട്ടിമറികൾ നടക്കുകയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അതിൽ ആരോപിക്കപ്പെടുകയും ചെയ്തതാണ്. എന്നുവെച്ചാൽ NT എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് പരീക്ഷ നടത്താൻ ചുമതലപ്പെടുത്തും. എന്തിനാണ് അങ്ങനെ ചുമതലപ്പെടുത്തുന്നത്? ഒരു കാരണവശാലും അത് അഴിമതിക്ക് വിധേയമാകാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാകുന്നത്. പക്ഷേ ആ സംവിധാനം BJPയുടെ പല നേതാക്കളും ഇടപെട്ട് സൗകര്യപ്രദം BJPക്കാരായിട്ടുള്ള ആളുകൾക്ക് പണമുണ്ടാക്കുന്നതിനുള്ള പരിപാടിയായിട്ട് മാറി. പല BJPക്കാരും അറസ്റ്റിലായി. അങ്ങനെ അറസ്റ്റിലായി കഴിഞ്ഞിട്ടും ഭരണകൂടം അതിനോട് എടുത്ത സമീപനം അത്ര തീവ്രവും സത്യസന്ധവുമായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ചെറുപ്പക്കാർ അതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ BJPക്ക് അകത്തു നിന്നോ അല്ലെങ്കിൽ RSSൻ്റെ അകത്തു നിന്നോ ഉയർന്നു വരേണ്ട ശബ്ദമാണിത്. അവരുടെ സർക്കാർ, അവർ കൊട്ടിഘോഷിക്കുന്നത് ഒരു അഴിമതിയില്ലാത്ത സർക്കാർ. കോടിക്കണക്കിന് രൂപ അവർ അദാനിയിൽ നിന്നും അതുപോലെയുള്ള വലിയ വലിയ മുതലാളിമാരിൽ നിന്നും വാങ്ങുമെന്നുള്ളത് ശരിയാണ്. അതൊന്നും അഴിമതിയല്ല എന്ന കണക്കാണ് അവർ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് അഴിമതിയാണെന്ന് അവർ തന്നെ പറയുന്നു. അവരുടെ പോലീസ് അവർ പിടികൂടുന്നു. എന്നിട്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാനോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ള മന്ത്രി രാജിവെക്കാൻ തയ്യാറാവും. ഇങ്ങനെയാണ് തെരുവിൽ വിദ്യാർത്ഥികൾ ഇറങ്ങിയത്. അവർക്ക് പ്രത്യേകിച്ച് പാർട്ടി, ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല. ഈ കാര്യത്തിൽ എതിരഭിപ്രായമുള്ള മുഴുവൻ ആളുകളും പതുക്കെ തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കാണും. തെരുവ് കലാപകലുഷിതമായി അഴിമതിക്കാരെ തുറങ്കിലടക്കാനായിട്ട് അവസാനം നരേന്ദ്രമോദിക്ക് NDA മീറ്റിങ്ങിൽ പറയേണ്ടി വന്നു. അത് ഇപ്പോഴാണ് പറഞ്ഞ അദ്ദേഹം കുറെ കാലം വിട്ട് മൗനത്തിലാണ് ഈ വിഷയത്തിലേക്ക്. കുറെ ഉദ്യോഗസ്ഥർ ഓൾറെഡി അറസ്റ്റിലായി, ഇനി മറ്റുള്ളവരും കൂടി അറസ്റ്റിലാകും, തുറങ്കലിൽ അടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ തുറങ്കലിൽ അടക്കണം. ഒരു കാരണവശാലും മേലാൽ ഇത്തരം പരീക്ഷകൾ അട്ടിമറിക്കപ്പെടാൻ പാടില്ല, അഴിമതി നടക്കാൻ പാടില്ല. കാരണം MBBS പഠനം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് മാറിക്കഴിഞ്ഞിരിക്കുന്ന സംഭവം. പല പ്രക്ഷോഭങ്ങളും നടത്തിയാണ് അതിന് ഒരു പരിധിവരെ ഒരു നീതിപൂർവമായിട്ടുള്ള സ്വഭാവസവിശേഷത ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നേരത്തെ ഈ MBBSന് പഠിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ കോളേജുകളിൽ മാത്രമാണ് മെറിറ്റിൽ പഠിക്കാൻ പറ്റുള്ളായിരുന്നു. സ്വാശ്രയ കോളേജുകളിലും അതേപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സാധനം അമൃത ഉണ്ടല്ലോ കേരളത്തിൽ. ഈ അമൃതയിലൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് MBBSന് പ്രവേശനം കിട്ടണമെങ്കിൽ 1.5 കോടി രൂപ കൊടുക്കണമായിരുന്നു. 1. 2, അത് കോയമ്പത്തൂരിലുള്ള അവരുടെ സ്വാമി മേലപ്പ് വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ 1.5 കോടി കൊടുത്താലും അത് കിട്ടുള്ളായിരുന്നു. അപ്പോൾ അവർ പരീക്ഷ നടത്താറുണ്ടായിരുന്നു. അവരാണ് പരീക്ഷ നടത്തിയത്. എല്ലാ ഡീംഡ് യൂണിവേഴ്സിറ്റിയും അവർക്ക് ഇഷ്ടമുള്ള പരീക്ഷ നടത്തുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പരീക്ഷ നടത്തുമ്പോൾ അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെൻസിലിനത് മാർക്ക് ചെയ്താൽ പെൻസിലിൽ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ആൻസർ ഷീറ്റുകൾ പിന്നീട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ മാറ്റി കളഞ്ഞ് ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ മാർക്ക് ചെയ്ത് ഇവർക്ക് ഉയർന്ന റാങ്ക് കൊടുക്കും. ആർക്ക്? ഈ 1.5 കോടി വാങ്ങിച്ച കുട്ടികൾ. എന്നിട്ട് അവർക്ക് മാത്രമേ പ്രവേശനം കിട്ടുള്ളായിരുന്നു. അത് അവസാനിപ്പിച്ച ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ നീറ്റ് പരീക്ഷയിലേക്ക് എല്ലാത്തിനെയും കൊണ്ടുവരുന്നത്. അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയാലും സ്വാശ്രയ കോളേജ് ആയാലും സർക്കാർ കോളേജ് ആയി കഴിഞ്ഞാലും
നീറ്റ് പരീക്ഷ പാസ്സാവുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമേ കുട്ടികളെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സംവിധാനം വന്നു. അപ്പോൾ ഒരു സാമാന്യ മെറിറ്റെങ്കിലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാനായിട്ട് ഇവർക്ക് പറ്റില്ല. മുമ്പ് ഒരു മെറിറ്റും വേണ്ട, പണം മാത്രം മതിയായിരുന്നു. അത് മാറിയ ഒരു സംഭവമാണ്. അങ്ങനെ മാറിയ ഈ സംഭവത്തെ വലിയ തോതിൽ ഹൈജാക്ക് ചെയ്യാൻ കഴിയും എന്ന് അഴിമതിക്കാർ മനസ്സിലാക്കിയിട്ടാണ് അവർ രാഷ്ട്രീയം പ്രയോഗിച്ച് അതിനകത്ത് അഴിമതി നടത്താനായിട്ട് തീരുമാനിക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ചോർത്തുക, അത് കൊണ്ടേ കൊടുക്കുക, കോടികൾ വാങ്ങുക. ഇതിലും വലിയ ബിസിനസ് എങ്ങനെ ഉണ്ടാകും? അവർ പിടിക്കപ്പെട്ടു. ഒരു പ്രാവശ്യമല്ല, ഇത് 2 പ്രാവശ്യമായി. ധർമ്മേന്ദ്ര പ്രധാൻ ഇരിക്കുമ്പം തന്നെ 2 പ്രാവശ്യമാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ അയാൾ എന്തിനു വെച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ. എന്താണ് നരേന്ദ്രമോദിക്ക് അയാളെ മാറ്റി നിർത്തുന്നതിൽ എന്താ കുഴപ്പം? ആകാശം ഇടിഞ്ഞു വിടും അയാളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ. അയാളെ അഴിമതിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറിയിരിക്കണം. അതാണ് കുട്ടികൾ പറയുന്നത് ഇപ്പോൾ. പക്ഷെ അയാൾ മാറി നിന്നത് കൊണ്ട് മാത്രം തീരാവുന്ന അയാൾ പ്രശ്നം മാറി നിന്നതിൻ്റെ പേരിൽ മാത്രം ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷെ അയാളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ആവശ്യം മാത്രമാണ്. അഴിമതി നടത്തുകയും വീണ്ടും അഴിമതി നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്തിനാ അവിടെ ഇരിക്കണം? എന്താണ് BJPന്റെ അകത്ത് അനുകൂലമായ നിലപാടെടുക്കാത്ത? അയാളെ മാറ്റിക്കഴിഞ്ഞാൽ അഴിമതിക്കാരാണെന്ന് അംഗീകരിക്കേണ്ടി വരും. BJP ഇങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അയോധ്യ ക്ഷേത്രത്തിൽ കൊള്ള നടത്തി ഇത് മുഴുവനും സംഘപരിവാർ സംഘങ്ങളാണെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഴിമതി ഇത് ആരുടെയും കുത്തകയൊന്നുമല്ല, പിണറായി വിജയൻ്റെ മാത്രം കുത്തകയല്ല, അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ കുത്തകയല്ല. കോൺഗ്രസ്സുകാർ ഇന്ത്യ ഭരിച്ച് അക്കാലം മുഴുവനും അഴിമതിക്കാരായി. അപ്പം ഇത് അഴിമതി എന്ന് പറയുന്നത് അധികാരത്തിൽ വരുന്നവൻ്റെ ഒക്കെ പണിയാണ്. ശരിക്കും അവനെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നവനെ പുറത്താക്കാൻ വേണ്ടി ജനങ്ങൾ എന്ത് ചെയ്യും? ഒരുമിച്ച് ചെയ്യും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 14 വിദ്യാർത്ഥികളാണ് ഈ എക്സാം ക്യാൻസൽ ചെയ്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപയോളം നൽകണം എന്നാണ് CJPയുടെ ഒരു ആവശ്യം. മറ്റൊന്ന് സോനം വാങ്ചുക്കിനെ തിരിച്ച് ഇവിടെ കൊണ്ടുവരണം. മറ്റൊന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഈ രാജിവെക്കുന്ന കാര്യം ഒഴിച്ച് മറ്റ് 2ഉം പരിഗണിക്കാമെന്നുള്ളൊരു സ്ഥിതിയിൽ ഇപ്പം എത്തിയിട്ടുണ്ട്. അപ്പം മുട്ടുമടക്കിയിരിക്കുകയാണെന്ന് നമുക്ക് നിലവിൽ പറയാൻ പറ്റുമോ? അല്ല, സർക്കാർ വരണ്ടു പോയി ശരിക്കും പറഞ്ഞാൽ പാറ്റകളുടെ മുമ്പിൽ. അതാണ് സത്യം. സർക്കാർ വിചാരിച്ചിരിക്കുന്നത് വെറും പാറ്റകളാണ്, പറത്തിക്കളയാം എന്ന് കരുതിയാണ് എന്ത് ചെയ്ത് കഴിഞ്ഞ ദിവസം വരെയൊക്കെ തല്ലി പപ്പടമൊക്കെ ശരിക്കും കയ്യും കാലുമൊക്കെ തല്ലി ഓടിച്ച്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് ഒതുങ്ങുന്നില്ല. ശരി, ഈ എല്ലാ പ്രക്ഷോഭങ്ങളുടെയും പ്രത്യേകതയാണ്. തല്ലി ഒതുക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരും. അല്ല, ഉത്തരവാദി BJP തന്നെയാണല്ലോ ഈ സമരത്തെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. BJP തന്നെയാണ്. അത് തന്നെയാണ്. അതിപ്പോ നേരത്തെ ഇതുപോലെ സംഭവിച്ചിരുന്നല്ലോ. ഈ സോനം വാങ്ചുങ് ഞാൻ ചോദിക്കുന്ന കാര്യം, നേരത്തെ ഇതുപോലത്തെ സംഭവം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ കർഷകരുടെ സമരമുണ്ട്. അത് BJP തന്നെ നേരെ വളർത്തിക്കൊണ്ടുവന്ന് അവസാനം അവർക്ക് കീഴടങ്ങി. സമരത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. കാരണം സമരത്തിന് ഉയർത്തുന്ന വിഷയം വളരെ വസ്തുനിഷ്ഠവും സത്യസന്ധവുമാണ് എങ്കിൽ അതിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും സർക്കാർ. ഇതാരെങ്കിലും അംഗീകരിക്കുമോ? ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നതായിട്ടുള്ള ആളുകളെ അംഗീകരിക്കാണ്ട് BJP ശ്രമിച്ചാൽ ആളുകൾ കവളമടലിൽ അടിച്ചു ഓടിക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് കീഴടങ്ങേണ്ടി വന്നത്. കുട്ടികളെ ലാത്തിക്കടിച്ച് കയ്യും കാലൊക്കെ ഒടിക്കാൻ നോക്കി. പക്ഷേ അത് അതിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലെത്തിയപ്പോഴാണ് ഗവൺമെൻറ് മുട്ടുമുടക്കാനായിട്ട് തീരുമാനം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എത്രമാത്രം കറപ്റ്റഡ് ആണ്, ഫെയിലിയർ ആണ് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. നമ്മുടെ സിസ്റ്റം ഒക്കെ അഴിമതിയാണ്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അന്ന് മുതൽ തുടങ്ങിയ അഴിമതിയാണ്. അത് തുടരുകയാണ്. അതിന് ചെറിയ മാറ്റങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. അത്ര എല്ലാ ആളുകളും കട്ടുനിന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ കള്ളന്മാർ ബ്യൂറോക്രാറ്റുകളാണ്, ഉദ്യോഗസ്ഥന്മാർ. അവരുടെ കിറി നീക്കിയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ ജീവിക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ ഇരുവരും കൂടി നടത്തുന്ന ഈ അഴിമതി കൊണ്ട് സിസ്റ്റം ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. സിസ്റ്റം കൂടുതൽ കളങ്കം പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എവിടെയോ പറഞ്ഞത് ഓർക്കുകയാണ് മാഷേ. ആദ്യം സമാധാനക്കാർ നയിക്കുന്ന വിപ്ലവം വരും. അതിനെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണെങ്കിൽ, അത് ആൻറ്റി നാഷണൽ ആണെന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളുകയാണെങ്കിൽ, പിന്നീട് വരുന്ന വിപ്ലവം എന്ന് പറയുന്നത് ഭ്രാന്തന്മാർ നയിക്കുന്ന വിപ്ലവമായിരിക്കും. അതിന് നിങ്ങൾക്ക് ഒരുപക്ഷെ പിടിച്ചാൽ കിട്ടണമെന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെപ്പോലും ഇവര് പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെപ്പോലും രാജ്യവിരുദ്ധരുടെ സമരം എന്ന് ചിത്രീകരിക്കുന്നത്. അതായത് BJP നേതാക്കളെ കൂടി നീറ്റ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കോടിക്കണക്കിന് രൂപ കട്ട് തിന്നിട്ട് അതിനെതിരെ ഒരു പ്രക്ഷോഭം വരുമ്പോൾ ഇവരൊക്കെ രാജ്യവിരുദ്ധരാണെന്ന് പറയാൻ നാണമല്ലേ ഇവർക്ക്? അതല്ലേ ഈ BJPക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്ത് വൃത്തിയാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
സത്യസന്ധമായിട്ടൊരു കാര്യത്തിലേക്ക് അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ സമരം നടത്തുന്ന ആളുകൾക്ക് രാജ്യദ്രോഹികളാണെന്ന് പറയും, കൊള്ളരുതാത്തവരാണെന്ന് പറയും. എന്ത് തോന്നിയ സമയം? അതൊരിക്കലും ഇടയ്ക്ക് കുറച്ചു കാലമൊക്കെ ചിലപ്പോൾ ആളുകളെ പറ്റിക്കാൻ പറ്റും. അവർ ദേശദ്രോഹിയാണെന്നൊക്കെ പറഞ്ഞ് ഈ തീവ്ര നാഷണലിസ്റ്റുകളായി നിൽക്കുന്ന കുറേ പ്രാന്തന്മാർ BJPക്കകത്ത് RSSനകത്തുള്ളതിൻ്റെ പേരിൽ അവരെയൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും കുറച്ച് കാലത്ത്. കുറച്ച് കഴിഞ്ഞാൽ അവർക്കും പ്രാന്തളകും. അപ്പോൾ ഇവർക്ക് ഇരിക്കപ്രതി ഉണ്ടാവില്ല. കള്ളന്മാരെ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം അയോധ്യ കള്ളന്മാരെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ശബരിമല കൊള്ളക്കാരെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷേ ഇത്തരത്തിൽ ഇപ്പം നമ്മളിപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കണ്ട വിപ്ലവം ഉണ്ടല്ലോ, സർക്കാരിനെ താഴെ ഇറക്കാൻ നടത്തിയ വിപ്ലവം, അത് ഇത്തരത്തിൽ പല പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തിയതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട ഒരു വിപ്ലവമായിട്ട് വേണമെന്നില്ല വ്യാഖ്യാനിക്കാവുന്നതാണ്. അല്ല, അങ്ങനെ ഇത്തരം കലാപങ്ങളൊക്കെ സമചിത്തതയോട് നേരിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞവരെ ഈ ഭ്രാന്തന്മാരുടെ കലാപം വരും. അപ്പോഴാണ് നമ്മൾ ഈ ശ്രീലങ്കയിലും നേപ്പാളിലൊക്കെ കണ്ട കാഴ്ചകൾ കാണേണ്ടി വരിക. അതില്ലാന്ന് ഒരിക്കലും കരുതരുത്. ഓരോ വിഷയത്തിലും സർക്കാർ എടുക്കുന്ന സമീപനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചെയ്താൽ മതി. കൽത്തുറങ്കിൽ ഇവരെ അടച്ചാലും മതി. അതേപോലെ തന്നെ ഇതിന് ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രിയെ കെട്ടിപ്പുണർന്നു കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അവനെ വിടുക. അതൊക്കെ ചെയ്താൽ BJPക്ക് കൊള്ളാം. അത്രയേ ഉള്ളൂ.